അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഷാവറ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. മുക്കം ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച ചെയ്യണമെങ്കിൽ മുക്കം ഉമർ ഫൈസി യോഗത്തിൽ ഇരിക്കാൻ പാടില്ലെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ മുക്കം ഉമർ ഫൈസി അത് നിരാകരിച്ചതിനെ ചോദ്യം ചെയ്ത ബഹാവുദ്ദീൻ നദ്വിയോട് നിങ്ങളെല്ലാം കള്ളന്മാരാണെന്ന പരാമർശം നടത്തിയപ്പോൾ കള്ളന്മാരെന്ന് പറഞ്ഞതിൽ ഞാനും ഉൾപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് വാർത്ത. ആ വാർത്ത നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതായത് ഈ ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട പരാതികൾ നേരത്തെ തന്നെ വന്നിരുന്നു. സാദിഖ് അലി തങ്ങൾക്കെതിരായ പരാമർശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിനെതിരെ നടപടി വേണം, പുറത്താക്കണമെന്നൊക്കെ ആവശ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ഉമർ ഫൈസി വിഷയം മുഷാവറയിൽ ചർച്ചയ്ക്കെടുത്തപ്പോൾ ജിഫ്രി തങ്ങൾ പറഞ്ഞ കാര്യം ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ യോഗത്തിൽ നിന്നും ഉമർ ഫൈസി മാറി നിൽക്കണമെന്ന് ഒരാവശ്യം ഉന്നയിച്ചു. അതേസമയം അദ്ദേഹം മാറില്ല, ഞാൻ ഇവിടെ ഈ ചർച്ചയിൽ താൻ ഇരിക്കുമെന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. സ്വാഭാവികമായിട്ടും അത്തരം ഒരു സാഹചര്യത്തിൽ മറ്റൊരു മുഷാവറ അംഗം എന്ന നിലയിൽ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി പ്രസിഡന്റ് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് താങ്കൾ അംഗീകരിക്കുന്നില്ല എന്ന കാര്യം അദ്ദേഹം ചോദിച്ചു. കാരണം ഈ ഒരു അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു വിഷയം ചർച്ചയായതുകൊണ്ടാണ് അദ്ദേഹം മാറി നിൽക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്തുകൊണ്ട് തങ്ങൾ മാറി നിൽക്കുന്നില്ല എന്ന ചോദ്യം മുഹമ്മദ് ബഹാവുദ്ദീൻ നദ്വി ഉന്നയിച്ചു. സ്വാഭാവികമായിട്ടും അദ്ദേഹം തിരിച്ച് പ്രകോപിതനാവുകയാണ് ചെയ്തത്. താങ്കളുടെ വിഷയങ്ങളും ചർച്ച ചെയ്തപ്പോഴും താങ്കൾ ഇറങ്ങിപ്പോയിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ അന്ന് പ്രസിഡന്റ് എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ യോഗത്തിൽ നിന്ന് മാറി നിന്നേനെ. അദ്ദേഹം ആവശ്യപ്പെടാത്തതുകൊണ്ടാണ്, പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് മാറി നിൽക്കുകയാണ് വേണ്ടതെന്ന കാര്യം ബഹാവുദ്ദീൻ നദ്വി മറുപടി പറഞ്ഞതോടുകൂടി ആണ് വളരെ പ്രകോപനമായ രീതിയിൽ ഒരു പ്രസ്താവന ഉമർ ഫൈസി മുഷാവറയിൽ നടന്നത്. നിങ്ങൾ കള്ളന്മാരെല്ലാം പറയുന്നത് പോലെ മാറി നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു സദസ്സിൻ്റെ തന്നെ ഒരു എല്ലാവർക്കും അതിലൊരു ബുദ്ധിമുട്ടുണ്ടായി. ഉടനെ അദ്ദേഹം ചോദിച്ചു, എന്താണ് ഞാൻ നിങ്ങളെ മോഷ്ടിച്ചെന്ന കാര്യം അദ്ദേഹം ചോദിച്ചപ്പോൾ മോഷ്ടിച്ചു എന്നുള്ളതല്ല, നിങ്ങൾ പറയുന്നത് കള്ളമാണ് എന്നോ കാര്യമാണ് അദ്ദേഹം മറുപടി പറഞ്ഞു. എന്തായാലും ഇങ്ങനെ ഇതിനിടയിലാണ് ജിഫ്രി തങ്ങൾ ഇടപെടുന്നത്. കാരണം എല്ലാവരും കള്ളന്മാരെന്ന് പറഞ്ഞ് ഇതിൽ സ്വാഭാവികമായിട്ടും ഞാനും അതിൽ ഉൾപ്പെടുന്നതുകൊണ്ട് ഞാൻ ഇനി ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം യോഗത്തിൻ്റെ അവസാന ഘട്ടമാണ്. അദ്ദേഹം യോഗത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത മുറിയിലേക്ക് പോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പോയ സാഹചര്യത്തിൽ വൈസ് പ്രസിഡന്റ് അവസാന പ്രാർത്ഥന പറഞ്ഞ് യോഗം പിരിയുകയായിരുന്നു. ഒരുപക്ഷെ വലിയൊരു രൂക്ഷമായ ഒരുപക്ഷെ സംസ്ഥയുടെ ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം. കേട്ടല്ലോ സഹോദരങ്ങളെ, മീഡിയ വണ്ണാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തയിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കി നിൽക്കുന്നുണ്ട്, വൈരുദ്ധ്യങ്ങൾ അതിലേറെയുമാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നത് നാം എല്ലാവരും കേട്ടവരാണ്. സമയം കുറവായതിനാൽ എല്ലാ അജണ്ടകളും ചർച്ച ചെയ്യാൻ സാധിച്ചിട്ടില്ല. ചില അജണ്ടകൾ ബാക്കിയുണ്ട്, അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യും. അതിനായൊരു സ്പെഷ്യൽ മുഷാവറ യോഗം ചേരുന്നുണ്ട് എന്നാണ് അദ്ദേഹം വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് വളരെ ആവേശത്തോടു കൂടിയാണ്, പ്രസന്നമായ മുഖഭാവത്തോടു കൂടിയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉള്ളിലുള്ളതായി ആർക്കും അറിയില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മുഖഭാവത്തിലും അത് കാണാൻ നമുക്ക് സാധ്യമല്ല. പുഞ്ചിരിയോടുകൂടിയാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, യോഗം കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. യോഗങ്ങളിൽ എടുത്ത തീരുമാനങ്ങളിൽ ചിലതും അദ്ദേഹം വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു വച്ചിട്ടാണ് അദ്ദേഹം പിരിഞ്ഞു പോയിട്ടുള്ളത്. സമസ്ത ആദർശവേദി എന്ന സമാന്തര സംഘടന ഉണ്ടാക്കിയവർക്കും തിരിച്ചടിയാണ് ഇന്നത്തെ മുഷാവറ യോഗത്തിൽ എടുത്ത തീരുമാനം. വഹാബി ക്ഷുദ്രകൃതി പദ്യമാക്കി കുപ്രസിദ്ധനായ ഫൽഫരി ജാമിയയിൽ നിന്ന് പുറത്തു പോകാൻ ഉതകുന്ന വിധത്തിലുള്ള തീരുമാനങ്ങളും വരികയുണ്ടായി. എന്നാൽ ഉമർ ഫൈസിക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു ചർച്ച പോലും അവിടെ വന്നിട്ടുമില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദർശ സമ്മേളനങ്ങൾ ഒന്നുകൂടി വിശാലമായ രൂപത്തിൽ നടത്തണമെന്നാണ് തീരുമാനമുള്ളത്. മറ്റൊരു കാരണം കൂടി അതിനുണ്ട്. സുന്നി ആദർശ സമ്മേളനം എന്ന നിലക്ക് അതിൽ പങ്കെടുക്കണമെന്നും ആ ആദർശ സമ്മേളനങ്ങൾ വിജയിപ്പിക്കണമെന്നും AP സമസ്തയിലുള്ള സമുന്നതനായ നേതാവ് മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവറുകൾ
അനുയായികളോട് പ്രഖ്യാപനം നടത്തുകയുണ്ടായി. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശ സമ്മേളനങ്ങൾ എവിടെ നടന്നാലും ആര് നടത്തിയാലും അവിടെ പോയി സുന്നത്ത് ജമാഅത്ത് പഠിക്കാൻ നോക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്കുള്ള വൈകല്യങ്ങൾ എന്താണെന്ന് അറിയാൻ നോക്കണം. സുഹൃത്തുക്കളെ, സുന്നികളായ മുഅ്മിനീങ്ങൾ ഐക്യത്തോടെ ജീവിക്കണം. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്. സയ്യിദന്മാരെ പാട്ടി നോക്കി നിന്ദിക്കരുത്. ആ പാശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാവാം ആദർശ സമ്മേളനം വിപുലമായ രൂപത്തിൽ നടത്തണമെന്ന തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. CIC-യുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മധ്യസ്ഥന്മാരുടെ 9 നിർദ്ദേശങ്ങൾ CIC അംഗീകരിക്കാത്തിടത്തോളം കാലം CIC-യുമായി സമസ്തക്ക് യാതൊരു ബന്ധവുമില്ല എന്ന മുൻകാല തീരുമാനത്തിൽ മാറ്റമില്ല എന്നുകൂടിയാണ് ഈ മുശാവറയിലും തീരുമാനിച്ചിട്ടുള്ളത്. ഈ തീരുമാനങ്ങളൊക്കെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിനപ്പുറമൊന്നും പറയാനില്ല. നിങ്ങളോട് പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെയും ഞങ്ങൾക്ക് അവിടെ ഇരുത്താമായിരുന്നു. അത് ചെയ്യാതിരുന്നത് നിങ്ങൾ അറിയേണ്ടത് മാത്രം അറിഞ്ഞാൽ മതി എന്ന നിലക്കാണ്. ഇതുകൂടി ചേർത്ത് പറഞ്ഞാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംസാരം അവസാനിപ്പിച്ചത്. ഇതാണ് വസ്തുതയെന്നിരിക്കെ മീഡിയ വണ്ണിന് ഈ വാർത്ത എവിടുന്ന് കിട്ടിയെന്ന് പരിശോധിക്കേണ്ടതാണ്. മെമ്പർമാരായിട്ടുള്ള 40 പണ്ഡിതന്മാരാണ് ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ആ 40 പേരിൽ ഒരാളെങ്കിലും മീഡിയ വണ്ണിനോട് ഈ വിഷയം പറയാതെ മീഡിയ വൺ സ്വന്തമായി കൽപ്പിച്ചുണ്ടാക്കുമെന്നും തോന്നുന്നില്ല. മുസ്ലിമീങ്ങളോട് അങ്ങേയറ്റം വെറുപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ പത്രമായ മാധ്യമവും മീഡിയ വണ്ണും. അതിൽ തർക്കമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും മീഡിയ വണ്ണിന് ഇങ്ങനൊരു വാർത്ത ലഭിക്കാതെ മീഡിയ വൺ ഒരിക്കലും അത് റിപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ആരാണ് മീഡിയ വണ്ണിന് ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തത്? സംഗതി സംഭവിച്ചത് മുശാവറയിൽ ഇന്ന് ആദ്യം ഒരു ആമുഖ ഭാഷണം നടത്തി. പൊതു വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊക്കെ പണ്ഡിതരാണ്, നമ്മൾ മാതൃകയാണ് സമുദായത്തിലെ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തണം എന്നുള്ള വിഷയങ്ങളൊക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരു ആമുഖ ഭാഷണം. ആ ആമുഖ ഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് തങ്ങൾ പറഞ്ഞ് ഉമ്മർ ഫൈസിയെ പറ്റിയുള്ള ചില പരാതികളും ചർച്ചകളൊക്കെ ഒന്ന് വരും. ആ സമയത്ത് ഉമ്മർ ഫൈസികൾ മാറി ഇരിക്കണം. മൂപ്പരെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ മൂപ്പര് അഭാവമുള്ള വേണ്ടത് നല്ലത് എന്ന് പറഞ്ഞാൽ 10-20 മിനിറ്റുള്ള സംസാരം തങ്ങൾ അവസാനിപ്പിച്ചു. അങ്ങനെ യോഗം സാധാരണ നടപടികളുമായി മുന്നോട്ട് പോയി. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനാണ് ചോദിച്ചത്, സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ നേതാക്കന്മാരിൽ 25 ആൾ സൈൻ ചെയ്തൊരു ഹർജി വന്നിട്ടുണ്ട്, അത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ നേതാക്കന്മാർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അവരുടെ കോപ്പി അത് കൊടുത്തിരുന്നു. ഒപ്പിട്ട ആൾക്കാർ സംഘടനയുടെ നമ്മുടെ ഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ കീഴ്ഘടകങ്ങളുടെ അപ്പോൾ അത് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാനേജർ അത് എടുത്തു. മാനേജർ ആളത് വായിക്കലും അവതരിപ്പിക്കലൊക്കെ. അപ്പൊ അതിൽ ആദ്യം 25 ആൾ ഒപ്പിട്ട ഒരു 6 പേജിലുള്ള ഒരു ആർട്ടിക്കിളാണ് ഒരു പിന്നെ ഹർജിയ. അത് വായിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ സമാനമായ കുറച്ച് പിന്നെ കടലാസുകൾ വേറെ ഉണ്ടായിരുന്നു. കീഴ്ഘടകങ്ങളുടെയും സമസ്ത പ്രവർത്തകന്മാരുടെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള കത്തുകൾ. അത് സമാന വിഷയങ്ങളായതുകൊണ്ട് ഇതിന്റെ കൂടെ വായിച്ചു. എന്നിട്ട് പിന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിഷയത്തിലേക്ക് കടക്കുന്ന ആ സമയത്തും തങ്ങൾ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഉമ്മർ ഫൈസി ഒന്ന് മാറിയിരിക്കണം, ഉമ്മർ ഫൈസിനെ പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഉമ്മർ ഫൈസി പറഞ്ഞു ഞാൻ മാറിയിരിക്കൂലെന്ന്. മാറിയിരിക്കേണ്ടതില്ല, നിങ്ങൾ ചർച്ച ചെയ്തോളൂ, ഞാൻ അതിന് എതിരൊന്നും പറയുന്നില്ല, പിന്നെ മാറിയിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ് വേണ്ടത് എന്നല്ല, ഞാൻ ആ വിഷയം പറയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ സപ്പോർട്ട് ചെയ്ത് പ്രസിഡന്റിന് മുമ്പിൽ മാറിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ. അപ്പൊ നിങ്ങളടക്കമുള്ള കുറെ കള്ളന്മാരെന്നുള്ള രൂപത്തിൽ എന്തോ ഒരു വാക്യം മൂപ്പര് പ്രയോഗിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ മൂപ്പര് വിഷയം തുടങ്ങുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞ ഇളവണ്ണപ്പാറയിൽ പ്രസംഗിച്ചപ്പോ പിന്നെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഖാദി ഫൗണ്ടേഷനെ വിമർശിച്ചു, തങ്ങളെ വിമർശിച്ചു എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്.
അത് 4 കാലന്മാർ നടക്കും, പിന്നിൽ മോൾക്ക് വളഞ്ഞ വാലുണ്ടാവും, ഇടക്ക് കുരക്കും, പിന്നെ നായെന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷെ ആളുകൾക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞു. ആ ശൈലി ഖുർആനിലുണ്ട് പല സ്ഥലത്തും. ആളെ പേര് പറയാതെ ലക്ഷണങ്ങൾ പറയാ, എന്നിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് അത് ഇന്ന ആളെ പറ്റിയാണെന്ന് പറയുന്നുണ്ട്. എന്നതുപോലെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തങ്ങളെയാണ് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങളെ മനസ്സിലാക്കാൻ? നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങളാണ് പിന്നെ കള്ളന്മാര് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ സമസ്തയിലെ മുഷാവറ അംഗങ്ങളുടെ ഇടയിൽ ഇതൊരു വലിയ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളത് എന്താണ് ഞാൻ കട്ടെടുത്തത് കള്ളന്മാര് പറഞ്ഞപ്പോ. അപ്പൊ അത് വിശദീകരിച്ച് കള്ളന്മാരാണോ കട്ടെടുക്കാന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കള്ളം പറയുന്നവരാണെന്നാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഞാനും അതിൽ പെട്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനിയോട് ഇരിക്കുന്നത് ശരിയല്ല, ഞാൻ പോവുകയെന്ന് പറഞ്ഞു. അങ്ങനെ ജിഫ്രി തങ്ങള് മുഷാവറയിൽ നിന്ന് ഇറങ്ങി വന്നു. അതെ, അങ്ങനെ മുഷാവറയിൽ നിന്ന് ഇറങ്ങി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. സമസ്ത മുഷാവറ യോഗത്തിൽ നടക്കുന്ന വിഷയങ്ങൾ പുറത്തു പറയാൻ, ചാരപ്രവർത്തനം നടത്താൻ അതിൽ തന്നെ മെമ്പർമാരുണ്ടെങ്കിൽ മുഷാവറയിൽ ഒറ്റപ്പെട്ടതിന്റെ കലിപ്പ് തീർക്കാൻ മൗദൂദി 1 ചാനലിന്റെ കുറ്റൂരാതി കീടങ്ങളെ കൊണ്ട് കള്ളവാർത്തകൾ കൊടുത്ത് സായുജ്യമടിയുന്ന കൂരിയാട്ട കൊട്ടാര പണ്ഡിതനെ സമസ്ത സ്നേഹികൾ കരുതിയിരിക്കുക. പിന്നിപ്പിന്ന് ആക്കം കൂട്ടാൻ വെറിമൂത്ത മൗദൂദിയൻ തനിനിറമാണെന്ന് ആക്ഷേപിച്ചതുകൊണ്ട് സമസ്തക്കാർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. സംഗതി മൗദൂദിയാണെങ്കിലും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിലും ജൂതന്മാരോട് അച്ചാരം വാങ്ങി ജീവിക്കുന്നവരാണെങ്കിലും അവർ സ്വയമേ ഉണ്ടാക്കിയ ഒരു പ്രസ്താവനയായി കാണാൻ കഴിയില്ല. ബഹാവുദ്ദീൻ നദ്വിയാണ് ഇങ്ങനെ ഒരു വാർത്ത മീഡിയ 1 നൽകിയതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനെതിരെ തീർച്ചയായും നടപടിയെടുക്കേണ്ടതുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. മീഡിയ 1 തന്നെ ഇതിൽ വൈരുദ്ധ്യങ്ങളും പറയുന്നുണ്ട്. വാർത്തയുടെ തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് ആദ്യം പറഞ്ഞത്. അവസാനമെത്തിയപ്പോൾ ഇറങ്ങിപ്പോയതായി പറയാൻ കഴിയില്ല എന്ന വൈരുദ്ധ്യത്തിലേക്കാണ് മീഡിയ 1 എത്തിച്ചേർന്നിട്ടുള്ളത്. യോഗം കഴിഞ്ഞതിന് ശേഷം മീഡിയ 1 ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടിട്ടുണ്ട്, ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ മീഡിയ 1 വൈരുദ്ധ്യങ്ങളും പറയേണ്ടി വന്നു. ഇത്ര ആധികാരികതയോടെ പറയാൻ മീഡിയ 1 സി ദാവൂദ് മുഷാവറ യോഗത്തിൽ പങ്കെടുത്തിരുന്നോ? തർക്ക വിഷയങ്ങളിൽ അടുത്ത പ്രത്യേക മുഷാവറ ചേരുമെന്ന് തീരുമാനമെടുത്ത് തങ്ങൾ തന്നെ മാധ്യമങ്ങളെ കണ്ട് യോഗ തീരുമാനങ്ങൾ അറിയിച്ചാണ് മടങ്ങിയത്. മറിച്ചുള്ള കുപ്രചരണങ്ങളിൽ വഞ്ചിതരാവരുതെന്നും സമസ്ത അറിയിച്ചിട്ടുണ്ട്. ആ വാർത്ത കൂടി നമുക്ക് കേൾക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ യോഗത്തിൽ പൊട്ടിത്തെറി എന്നും പ്രസിഡന്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന മട്ടിലും ചില ചാനലുകളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് സമസ്ത നേതാക്കൾ വ്യക്തമാക്കി. ഉച്ചയ്ക്ക് 1:30 വരെ നീണ്ടുനിന്ന യോഗം സമയക്കുറവ് മൂലം മറ്റു അജണ്ടകൾ ചർച്ച ചെയ്യാൻ അടുത്തു തന്നെ ഒരു സ്പെഷ്യൽ യോഗം ചേരാൻ നിശ്ചയിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, യോഗത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ മീഡിയ പ്രവർത്തകരെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തത്സമയം നേരിട്ട് തന്നെ അറിയിച്ചതുമാണ്. യോഗ തീരുമാനങ്ങൾ പൂർണ്ണമായും ഔദ്യോഗിക റിലീസായി പതിവ് പ്രകാരം അയച്ചു കൊടുത്തിട്ടുമുണ്ട്. ചില മീഡിയകൾ തെറ്റായി കൊടുത്ത വാർത്തകളിൽ ആരും വഞ്ചിതരാകരുത് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പിന്നീട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.